ആന്റി, ആ എന്തായി കാര്യങ്ങള്? അതെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. SI നിധിയെ പിടിച്ച് സെല്ലിലിട്ട് പൂട്ടി. ഞാൻ SI ആയിട്ട് സംസാരിച്ചു. പ്രണവേ, ഒരു സംശയത്തിന്റെ പേരിൽ കൊടുത്ത പരാതിയാണേലും വേണ്ട തെളിവുകൾ മുഴുവനായ SI കണ്ടെത്തി കഴിഞ്ഞു. സ്ട്രോങ് FIR ഇട്ടേക്കുന്നു. ഒരു കാരണവശാലും അവൾ ഇനി പുറത്തേക്ക് വരില്ല. ആ എന്തായാലും അത് നന്നായി. ഇപ്പോഴാ എനിക്കൊരു സന്തോഷമായത്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഈ വീട്ടിലെ ഒരു മരുമകൾ ജയിലിൽ കിടക്കുന്നു പുറലോകം അറിഞ്ഞ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയാ. വെയിറ്റ് ഏട്ടത്തി ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ വീട്ടിലെ മരുമകളെന്നോ? സോറി, ഏട്ടത്തിയുടെ മരുമകളെന്ന് വേണം പറയാൻ. ഞാൻ ഒരിക്കലും നിധിയെ എന്റെ ഗൗതമിന്റെ ഭാര്യ എന്ന സ്ഥാനത്ത് കണ്ടിട്ടേയില്ല. അതാണ് സത്യം. ഏട്ടത്തി എന്താ ചോദിച്ചത്? എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ മനസ്സ് വരുന്നെന്നോ? ഏട്ടത്തിയുടെ മരുമകള് ചെയ്തതൊക്കെ മഹത്തരമായ കാര്യങ്ങളാണല്ലോ. മറ്റൊരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച അവളെ പിന്നെ മാലയിട്ട് സ്വീകരിക്കണോ? അതോ അവള് ജയിലിലായി എന്നറിയുമ്പോ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കണമായിരുന്നോ? ശിവാനിയുടെ കുഞ്ഞുങ്ങളെ നിധി കൊല്ലാൻ നോക്കി എന്നുള്ളത് നീ എന്തിന്റെ പേരിലാ വിശ്വസിക്കുന്നത്? നീ അത് കണ്ടോ? അതോ നിധി നിന്നോട് പറഞ്ഞോ? ആന്റി കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ച് കഴിഞ്ഞു. നോക്ക് ശിവാനി, നിധി നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവളല്ല നിധി. എന്നുവെച്ചാ നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ? ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. തെളിവുകളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്ന്. ദേ ഒരു കാര്യം പറഞ്ഞോട്ടെ ആന്റി, ഈ നിൽക്കുന്ന സ്വന്തം മകനോട് ഒരല്പം കൂറൊക്കെ കാണിക്കാം. പ്രണവ് കേട്ടല്ലോ അമ്മ പറയുന്നേ. നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല അത്ര. ആ ഇളനീര് മുഴുവൻ ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ അവസ്ഥ? എന്റെ വയറ്റിൽ വളർന്ന പ്രണവിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും പ്രണവിന്റെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മോനെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിധിയെ നിനക്ക് അറിയാവുന്നതല്ലേ. അവൾ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഇന്നോളം? എടാ മോനെ, എടാ നീയെങ്കിലും അവളെ ഒന്ന് വിശ്വസിക്കേ. അവള് നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനൊന്നും നോക്കിയിട്ടില്ല. ഏട്ടത്തി ഒരുപാടങ്ങ് വായിട്ടിളക്കണ്ട. പ്രണവ് തന്നെ നേരിട്ട് നിധിയോട് ചോദിച്ചതല്ലേ. അപ്പൊ അവളൊരു വാക്ക് പറയാത്തതെന്താ? ഇളനീരില് മയക്കുമരുന്ന് കലർത്തിയിട്ടില്ല എന്നവൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അവൾ അത് ചെയ്തു എന്നുള്ളത് സത്യം തന്നെ എടുത്തി. ഇന്ന് അവള് ഒരു കൊലപാതക ശ്രമ കേസിലെ പ്രതിയാണ്. മേലിൽ അവള് ഈശ്വരമംഗലത്തിന്റെ മരുമകളാണെന്നൊരു വാക്ക് ഏട്ടത്തിയുടെ വായിൽ നിന്ന് വീഴരുത്. എന്ത് അന്തസ്സോടെ ജീവിച്ചിരുന്നവനാണ് ഗൗതം. ഇന്ന് അവന്റെ അവസ്ഥ എന്താ? സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ പറ്റുന്നുണ്ടോ അവന്? ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണ് ഭാര്യയെന്ന് നാട്ടുകാർ ആക്ഷേപിക്കില്ലേ അവനെ? ഏട്ടത്തി ഇപ്പോഴും നിധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഈശ്വരമംഗലം കുടുംബത്തിന്റെ അനന്തര അവകാശികളാണ് ഇവളുടെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞുങ്ങളെയാ നിധി ഇല്ലാതാക്കാൻ നോക്കിയത്. വിഷം കൊടുത്തിട്ടില്ല എന്ന് നിധി പോലും സമ്മതിക്കുന്നില്ല. പിന്നെ എന്തിനാ ഏട്ടത്തി ഈ വാശി? ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അഭിനന്ദിക്കുക ഏട്ടത്തി ചെയ്യേണ്ടിയിരുന്നത്. ഈ കുടുംബത്തിന്റെ ഭാവി തലമുറയെ ഇല്ലാതാക്കാൻ നോക്കിയവളെ ജയിലിലാക്കിയതിന്റെ പേരില്. നിധി ജയിലിലായതിന്റെ പേരില് ഏട്ടത്തിയുടെ മനസ്സ് വല്ലാതങ്ങ് പിടയ്ക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒന്ന് ഞാൻ തീർത്തു പറയാം. ഞങ്ങള് വിചാരിച്ച നിധിയെ ഈസി ആയിട്ട് പുറത്തിറക്കാൻ പറ്റും. എന്താ അത് വേണോ? പ്ലീസ് വസു, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവളെ ഒന്ന് പുറത്തിറക്ക്. ആ ഗൗതം ഒന്ന് ആശ്വസിച്ചോട്ടെ. ആരുടെ ആശ്വാസത്തിന് വേണ്ടിയാണെങ്കിലും നിധിയെ പുറത്തിറക്കി തരാം. പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിക്കാൻ ഏട്ടത്തി തയ്യാറാണോ? എന്താ എന്താ നിനക്ക് വേണ്ടത് പറ. നിധി ജയിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഇനി ഒരിക്കലും ഒരു തവണ പോലും അവൾ ഈ ഈശ്വരമംഗലത്തിന്റെ പടി ചവിട്ടാൻ പാടില്ല.
അവിടം കൊണ്ടും തീർന്നിട്ടില്ല ഏട്ടത്തി. തുടർന്നും ഗൗതമിനൊപ്പം ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ ജീവിച്ചു പോകാമെന്നുള്ള ധാരണ അവൾക്കുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചേക്കണം. അയ്യോ, ജയിലിൽ നിന്ന് ഞങ്ങളായിട്ട് അവളെ പുറത്തിറക്കിയാൽ പിന്നെ അവള് ഗൗതമിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പാടില്ല. എന്താ, നടക്കോ? നടക്കില്ല. അതിനു വേണ്ടിയുള്ള തെറ്റൊന്നും എന്റെ നിധി ചെയ്തിട്ടില്ല. അവൾ ആരുടെയും കുഞ്ഞിനെയും കൊല്ലാനും നോക്കിയിട്ടില്ല. ഹ, കേട്ടല്ലോ പ്രണവേ, ഇപ്പോഴും ആന്റിയുടെ വായിന്ന് വരുന്ന കേട്ടല്ലോ. ഇങ്ങനെയുള്ള ഈ വീട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് അന്നേ പാടത്തുനിന്ന് ചാടി ചത്താ മതിയായിരുന്നു. എന്തൊക്കെ ശിവനി നീ പറയുന്നേ? പിന്നല്ലാതെ പോലീസ് കാണിച്ച ആ വീഡിയോ പ്രണവൻ കണ്ടതല്ലേ. പ്രണവ് ചോദിച്ചിട്ട് പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിധി പറഞ്ഞോ? ഇത്രയൊക്കെ ആയിട്ടും ഈ ആന്റിക്ക് അവള് ചെയ്തതാ ശരി. ഞാനും പ്രണവും ഒക്കെ രണ്ടാം തരം എന്ന് പറഞ്ഞാലും പോരാ. ഇക്കണക്കിന് എന്റെ കുഞ്ഞുങ്ങൾ ജനിച്ച അവരെ ഏത് കണ്ണുകൊണ്ടായിരിക്കും ഈ ആന്റി കാണുന്നേ? എന്തിനാ പ്രണവ് ഇങ്ങനെ ഒരു ജീവിതം? എന്തിനാ നമുക്ക് മക്കള്? എനിക്ക് മടുത്തു, സർവ്വതും മടുത്തു. ശിവാനി, വെറുതെ BP ഓട്ടല്ലേ. വാ വാ. നോക്കമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇവളും ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളുമാണ് വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവളെ ജയിലിൽ കയറ്റി അഴി എണ്ണിക്കും. വാ. വസു, ഞാനൊന്നു പറഞ്ഞോട്ടെ. എന്നിട്ട് എന്തായി? അത് ശരി, കൊണ്ടുപോയോ? ആ, അതങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോ ഒഫൻസ് ഏതൊക്കെ ചാർജ് ചെയ്തിരിക്കുന്നത്? ഇതിനേക്കാൾ എവിഡൻസ് അയാളുടെ കയ്യിലുണ്ടോ? കാര്യമൊക്കെ ശരിയാ. എടുത്തയാടി എന്തെങ്കിലും കാണിച്ചിട്ട് അവസാനം ഫോഴ്സിനും ഇവിടെ നാണക്കേടാവരുത്, കേട്ടല്ലോ? ശരി ശരി, ഈ കോൺഫറൻസ് ഒക്കെ എപ്പോഴും കാണണം. താൻ ഫോൺ വെക്ക്. എന്തായി സാർ, എന്താ പറഞ്ഞത്? ആ SI വഴങ്ങിയോ? അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഗൗതം. ഉള്ളത് പറയാലോ, അയാളുടെ സ്റ്റാൻഡാർഡ് ശരി. നിധിക്കെതിരെയുള്ള തെളിവുകൾ സ്ട്രോങ്ങാ. ചാർജ് ചെയ്തിരിക്കുന്ന ഒഫൻസും ചെറുതല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം അതല്ല, ഇറ്റ് ഈസ് ടു ലേറ്റ്. നിധിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു. സർ, റിമാൻഡ് ചെയ്തെന്നു? റിമാൻഡ് ചെയ്തെന്ന് പറയുമ്പോ ജയിലിലേക്ക് കൊണ്ടുപോകില്ലേ? അവര് നിധിയും കൊണ്ട് സബ് ജയിലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നോ 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 സർ, നിധി ജയിലിലാവൂന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ കഴിവുകേടല്ലേ ഇത്? അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഗൗതം, പ്ലീസ് പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇത് നിസ്സാര കേസല്ല. ഗർഭിണിയായ ഒരു പെണ്ണ്, അവളുടെ വയറ്റി വളർന്ന 2 കുട്ടികൾ, അതിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നതാ കേസ്. പക്ക മർഡർ അറ്റംപ്റ്റ്. വെറുതെ ഒരു ഫാബ്രിക്കേറ്റഡ് കേസും അല്ല അത്.